ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ആര്യ വർക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ആര്യ വർക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലല്ലോ. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയുള്ളൊരു ക്ലാസ് ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നമുക്കിതിന് വേണ്ടത് ചെറിയ ത്രെഡും ആര്യ വർക്ക് നീഡിലുമാണ്. ഇതിപ്പോൾ നമുക്ക് തുടക്കക്കാർക്ക് ചെയ്യാനായിട്ടും അല്ലാതെ ഞാനും ഇപ്പോൾ ഇതിൽ തന്നെയാണ് വർക്കൊക്കെ പുറത്തൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു നീഡിൽ തന്നെയാണ് ഞാൻ ഇതിലാണ് ചെയ്ത് പഠിച്ചത്. ഇതിൽ നമുക്ക് ചെയ്ത് പഠിക്കാനാണ് ഏറ്റവും പെട്ടെന്ന് പറ്റുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 14.0.5 mm നീഡിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ ത്രെഡും പിന്നെ ഇതിപ്പോൾ കട്ട് ബീഡ്സ് ആണ്, ബീഡ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചെയ്യുന്ന ഒരു രീതി അറിഞ്ഞാൽ നമുക്കിപ്പോൾ ഏത് ബീഡ്സ് ഇട്ടാണെങ്കിലും ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ നമ്മൾ എടുത്തിട്ടുള്ള ചെറിയ ത്രെഡിൻ്റെ എൻഡിലായിട്ട് ഒരു ചെറുതായിട്ടൊരു കെട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം ആ കെട്ടിലേക്ക് നമ്മുടെ തള്ള വിരലും അതിൻ്റെ ഇപ്പുറത്തെ ചൂണ്ടുവിരലും കൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ച് ഇതുപോലെ പിടിക്കണം. ഇതേപോലെ പിടിച്ചതിന് ശേഷം ഈ നൂല് കണ്ടോ, ഈ നൂലിൻ്റെ ആ ഒരു ഗ്യാപ്പ് കണ്ടോ, ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ഈ തുണിയിലൂടെ ഇതിങ്ങനെ അകത്തേക്ക് കടത്തി വിട്ട് ഈ സൂചിയുടെ എൻഡിലായിട്ട് ഒരു ഹുക്ക് പോലെയുണ്ട് കണ്ടോ. ഈ ഒരു ഹുക്ക് ഈ കറക്റ്റ് ഈ നൂലിൽ വീണ് ഇതിങ്ങനെ കൊളുത്തി മുകളിലേക്ക് ഇങ്ങനെ പിടിച്ച് എടുക്കുമ്പോഴാണ് ഇത് തുണിയിലൂടെ മുകളിലേക്ക് വരുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിങ്ങനെ കടത്തി വിട്ടതിന് ശേഷം ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇത് ചുറ്റിച്ചിട്ട് വേണം പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ അതുപോലെ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഈ സൂചിയുടെ ഹുക്ക് ആ നൂലിൽ നിന്ന് വിട്ട് മുകളിലേക്ക് വരുള്ളൂ. അല്ലാതെ ആണെങ്കിൽ എന്തോന്ന് ചെയ്യും, ഈ തുണിയുടെ ചെറിയ നൂലില്ലേ, ആ നൂലായിരിക്കും നമുക്ക് കയറി വരുന്നത്. അപ്പോൾ നമുക്ക് ആ തുണിയുടെ നൂല് കയറി വരികയും ചെയ്യും, ഈ ഒരു ചെറിയ ത്രെഡിൻ്റെ നൂല് കയറി വരികയും ഇല്ല. ഇതിപ്പോൾ ഈ നൂലിൻ്റെ എൻഡ് ഇങ്ങനെ പിടിച്ചേക്കുന്നത് നമ്മൾ തുടക്കക്കാർക്കാകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇതേപോലെ തുണിയിൽ കൂടി ഇങ്ങനെ സൂചി കുത്തി മേളിലേക്ക് എടുക്കുമ്പോൾ ഈ എൻഡിൽ കെട്ടിയിരിക്കുന്ന കെട്ട് കൂടി ഇങ്ങ് മേളിലേക്ക് വരും. അപ്പോൾ നമുക്കതെന്ത് ചെയ്യും, നമുക്ക് പിന്നെ അടുത്ത നൂല് കൊടുക്കാനായിട്ട് പറ്റത്തില്ല, ഈ ഒരു നൂല് കയറി വരുന്നത് കൊണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ പിടിച്ചിരുന്നാൽ ഈ ഒരു എൻഡ് കയറി വരത്തില്ല. അത് തുടക്കം ഇപ്പം നിങ്ങൾ ഇത് പഠിച്ച് തുടങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്യാം. ആദ്യം ഇങ്ങനെ എടുത്ത് ഇതേപോലെ സൂചി താഴേക്ക് ഇറക്കി ആ നൂല് കണ്ടോ. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അത് കിട്ടും. നൂല് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് അത് മുകളിലേക്ക് എടുക്കണം കണ്ടോ. എന്നിട്ടിത് മുകളിലേക്ക് വരാതിരിക്കാനായിട്ട് ഇതൊന്നുകൂടി താഴേക്ക് കുത്തി തൊട്ടടുത്ത് തന്നെ, ഒരുപാട് ദൂരേക്കല്ല. ഇത് കണ്ടോ, ഇപ്പോൾ കണ്ടോ നൂല് ഇതിപ്പോൾ അകന്ന നല്ല കട്ടി കുറഞ്ഞ തുണിയായത് കൊണ്ടാണ് അത് മുകളിലേക്ക് വന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ചുറ്റിച്ച് എടുത്തതിന് ശേഷം കുത്തിയിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു ചുറ്റി ഇങ്ങനെ നൂല് പുറത്തേക്ക് എടുക്കുമ്പോൾ കണ്ടോ, ഈ ഒരു ഈ ഗ്യാപ്പിൽ കൂടി തന്നെ നമ്മൾ അകത്തേക്ക് എടുത്തിട്ട് താഴെ ആ കെട്ടിട്ടതല്ല അല്ലാത്ത നൂലുണ്ട്, ആ നൂല് നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം കണ്ടോ. എന്നിട്ട് അത് വീണ്ടും ഈ ഫസ്റ്റ് എടുത്ത ആ ഒരു ഗ്യാപ്പിലൂടെ പുറത്തേക്ക് എടുത്ത് കണ്ടോ. ഇപ്പോൾ ഇവിടെ എൻഡിൽ നമ്മൾ ഈ തുടക്കത്തിലെ ഈ എൻഡിൽ കെട്ട് വീണ്. ഇനി ഇത് നമ്മൾ എത്ര വലിച്ചാലും ഈ താഴെ ആ കെട്ടല്ലാത്ത ഇപ്പുറത്തെ ആ എൻഡ് നൂല് ഇതുപോലെ കിടപ്പുണ്ട്, വലിച്ചാലും അത് പുറത്തേക്ക് വരില്ല. അപ്പോൾ അത് കെട്ട് വീണ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടതെങ്കിൽ ഇതേപോലെ എടുത്ത് വീണ്ടും ഇതുപോലെ എടുത്ത് വീണ്ടും ചെയിൻ സ്റ്റിച്ചിൻ്റെ ലെങ്ത് നമുക്ക് ആ ഒരു വർക്കിൻ്റെ ഡിസൈനിന് വേണ്ട ആ ഒരു ലെങ്തിൽ വീണ്ടും ഇതെടുത്ത് ഈ സൂചി അകത്തേക്ക് വെച്ച് ഈ താഴത്തെ നൂലില്ലേ അത് ആൻറ്റി ക്ലോക്ക് വൈസിലല്ല ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മുടെ ഈ താഴെ ആ സൂചിയുടെ ഹുക്ക് ഈ കറക്റ്റ് താഴത്തെ ആ നൂലിന് ഇതിൽ കൂടി കൊളുത്തി മേളിലേക്ക് വരാൻ പറ്റണം. ആ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം ഉണ്ടോ ആൻറ്റി ക്ലോക്ക് വൈസ് ചുറ്റിച്ച് അത് പുറത്തേക്ക് എടുക്കാം. ഇതേപോലെ ഉണ്ടോ, ഇതേപോലെ നമ്മൾ ഈ സൂചിയുടെ എൻഡ് താഴത്തേക്ക് ഇറക്കി ഈ അടിയിലത്തെ നൂല് ഇതുപോലെ കണ്ടോ, ഇതേപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ചുറ്റിച്ച് ചെറുതായിട്ടും ചുറ്റിച്ച് മുകളിലേക്ക് എടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. ഒന്നുകൂടി ഞാനിത് കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ ഫസ്റ്റ് സൂചി തുണിയുടെ ഉള്ളിലേക്ക് ഇറക്കി ആ കുളത്തിൽ കൂടി ഈ നൂല് മേളിലേക്ക് വലിച്ച് കണ്ടോ, എന്നിട്ട് ഒരുപാട് ദൂരേക്ക് പോകാതെ അടുത്ത് തന്നെ ഒന്ന് കുത്തി വീണ്ടും അത് വലിച്ച് എടുക്കുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കെട്ട് വീണു കണ്ടോ. എന്നിട്ട് വീണ്ടും ഇത് താഴത്തേക്ക് കുത്തി കണ്ടോ, ഇത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ച് നമ്മളിത് പുറത്തേക്ക് എടുക്കണം കണ്ടോ. ഇതേപോലെ
ബീഡ്സ് ചെയ്യുമ്പോഴും ചെറിയ ത്രെഡിൻ്റെ എൻഡിൽ ഇതുപോലെ കെട്ടിട്ടിട്ട് വേണം ചെയ്യാൻ. കണ്ടോ, ആ തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് ആ കെട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചേക്കണം. അതിനുശേഷം ബീഡ്സ് അകത്തേക്ക് ഇട്ടിട്ട് വീണ്ടും ഇത് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ച് ഇതേപോലെ പുറത്തേക്ക് എടുക്കാം. കണ്ടോ, ഇതിങ്ങനെ അകത്തേക്ക് കുത്തുമ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ച് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് വേണം മുകളിലോട്ടും ഇത് വരും. കണ്ടോ, തുടക്കക്കാരാണെങ്കിൽ പോലും ബീഡ്സ് ഒരെണ്ണം വെച്ച് ഒരിക്കലും ഈ ഒരു സൂചിയിൽ ഒരു ബീഡ്സ് വെച്ചിട്ട് ഈ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ ചെയ്ത് വീണ്ടും ഇതുപോലെ ഒരു ബീഡ്സ് എടുത്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്ത് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇതുപോലെ എടുത്ത് ചെയ്യും. അപ്പോൾ നമുക്ക് 2 മുത്തൊക്കെ കൂടുതൽ വരുമ്പോൾ നമുക്കതൊരു പാടായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ 2 3 ബീഡ്സ് ഇതിൽ വെച്ചിട്ട് അതിങ്ങനെ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കാം. ഈ ഒരു സൂചി പിടിക്കുന്ന രീതിയും ഇതുപോലെയാണ്. ഈ 2 വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇതേപോലെ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ എന്തായാലും നമുക്കിങ്ങനെ സൂചി പിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ പിടിച്ചിട്ട് ഇതേപോലെ വീണ്ടും എടുത്ത് ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ട് ഇതുപോലെ ഈ നൂല് ഇങ്ങനെ വലിച്ച് പിടിച്ചതിന് ശേഷം ഇതേപോലെ ബീഡ്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇതേപോലെ. ഇനി നമുക്ക് ബീഡ്സിൻ്റെ എൻഡിലും കെട്ടിട്ട് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ആ ചെയിൻ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഇതേപോലെ ഈ ഒരു ഗ്യാപ്പിനകത്ത് കൂടി താഴേക്കിട്ട് ആ നൂല് മുകളിലേക്ക് എടുത്ത് ഫസ്റ്റ് എടുത്ത ആ ഒരു നൂല് കണ്ടോ, അതിങ്ങനെ മുകളിലേക്ക് ഇതേപോലെ എടുക്കാം. അപ്പോൾ കെട്ട് വീണിട്ടുണ്ട്. ഇതുപോലെ വേറെ രീതിയിൽ കൂടി നമുക്ക് കെട്ട് ഇട്ട് കൊടുക്കാം. അതായത് ഇതുപോലെ എടുത്തിട്ട് ഇത് കണ്ടോ, ഇത് ഈ നൂലിങ്ങനെ വെച്ചിട്ട് ഈ സൂചി ഈ മുത്തിനുള്ളിലേക്ക് കയറ്റി ഇതുപോലെയും കെട്ടിടാം. പക്ഷേ ഏറ്റവും നല്ലത് ഇതുപോലെയാണ് കെട്ടിടുക. ഇതിപ്പോൾ ചിലപ്പോൾ ലൂസായ ഇതിങ്ങ് ഊരിപ്പോവും, പക്ഷേ ഇതങ്ങനെ ഊരിപ്പോകത്തില്ല. കണ്ടോ, ഇതേപോലെയാണ് ആര്യ വർക്ക് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ടിടാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോ മുന്നോട്ട് പോകൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.